ദ സീ ഈസ് ഹിസ്റ്ററി എന്നുള്ള സർ ഡെറക് വാൾക്കോട്ടിൻ്റെ പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1930 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം സെയിൻറ്റ് ലൂഷ്യ എന്ന് പറയുന്ന ഐലൻഡിലാണ് ജനിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഐലൻഡ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. വെസ്റ്റ് ഇൻഡീസിലെ ഒരു കോളനി ആയിരുന്നു, ബ്രിട്ടീഷ് കോളനി ആയിരുന്നു സെയിൻറ്റ് ലൂഷ്യ. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിലെ ആ സെയിൻറ്റ് ലൂഷ്യയാണ്. പക്ഷേ അദ്ദേഹം എന്താണ്, ഒരു ഇംഗ്ലീഷ് മാനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മിക്സ്ഡ് ആണ്. ഓക്കെ, സോ ഹീ ഹാവ് എ കണക്ഷൻ ടു ദി കരീബിയൻ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളോണിയലിസം, അദ്ദേഹം വളർന്നതിന് ശേഷം കൊളോണിയലിസം കാരണം എന്തൊക്കെയാണ് ആ നാടിനും ആ ജനങ്ങൾക്കൊക്കെ ഉണ്ടായത്, കരീബിയൻ പീപ്പിൾസ് അനുഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിക്കാനൊക്കെ തുടങ്ങി. അതിന് ശേഷം എഴുതിയ ഒരു കവിതയാണ് ഇത്, ഈ പറയുന്ന ദ സീ ഈസ് ഹിസ്റ്ററി. ഇവിടെ പറയുന്നത് കരീബിയൻസിൻ്റെ ലൈഫ് തന്നെയാണ്. ഓക്കെ, ഈ പോയത്തിൽ സീ എന്ന് പറയുന്നത് ആ കരീബിയൻ ലൈഫ് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ സീ ആസ് എ സിമ്പിൾ ഓഫ് കൾച്ചറൽ മെമ്മറി. ഓക്കെ, ഒരു കൾച്ചറൽ മെമ്മറി ആയിട്ടാണ് ഇവിടെ കടലിനെ എന്ത് ചെയ്യുന്നത്, സിമ്പിളൈസ് ചെയ്യുന്നത്. കടൽ തന്നെ ഇവിടെ ഒരു സിമ്പിളാണ്. എന്തിൻ്റെ, കരീബിയൻ പീപ്പിളിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ കൾച്ചർ. ഓക്കെ, അപ്പോൾ കോളനൈസേഴ്സ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, ഓക്കെ, ഇവരെ കോളനൈസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു, അവരുടെ ഹിസ്റ്ററിക്ക് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം കുറേ ക്വസ്റ്റ്യൻസിലൂടെ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം. കുറേ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ പോയത്തിൽ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കിനി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റാൻസ: Where are your monuments, your battles, martyrs? Where is your tribal memory, sirs? In the grave old, the sea has locked them up. The sea is the history. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കവിത തുടങ്ങുന്ന തന്നെ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ്. വേർ ആർ യുവർ മോണുമെൻറ്റ്സ്? നിങ്ങളുടെ മോണുമെൻറ്റ്സ് എവിടെയാണ് അല്ലേ? നമ്മൾക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫിസിക്കൽ തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഫിസിക്കലായിട്ടുള്ള തെളിവുകൾ. ഓക്കെ, ഒരു എന്താണ് ഫോസിലായിക്കോട്ടെ, ഇതൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കൂട്ടുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ തിങ് ആയിട്ട് കൂട്ടുന്നത്. അതുപോലെ അവരോട് ചോദിക്കുകയാണ്, എന്താ, വേർ ആർ യുവർ മോണുമെൻറ്റ്സ്? നിങ്ങളുടെ മോണുമെൻറ്റ്സ് എവിടെയാണുള്ളത്? നിങ്ങളുടെ ബാറ്റിൽസ് ഏതൊക്കെയാണ്? നിങ്ങളുടെ മർട്ടയേഴ്സ് ആരൊക്കെയാണ്? അതുപോലെ നിങ്ങളുടെ ട്രൈബൽ മെമ്മറി എന്താണ്? കരീബിയൻ പീപ്പിളിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓക്കെ, ഹീസ് ആസ്കിങ് ഫോർ ഫിസിക്കൽ എവിഡൻസസ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇൻ ദർ ഗ്രേ വോൾഡ് ദ സീ ഹാസ് ലോക്ക്ഡ് ദം അപ്പ്. എന്താ അദ്ദേഹം പറയുന്നത്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുകയാണ്? ഹീസ് ലോക്ക്ഡ് അണ്ടർ ദി സീ. ഓക്കെ, ഇതിനുള്ള ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആര് തന്നെ കൊടുക്കുകയാണ്? പോയിട്ട് കൊടുക്കുകയാണ്. എന്താണ്? എവ്രിതിങ് ഈസ് ഇൻസൈഡ് ദി ഓഷ്യൻ. ആ കരീബിയൻ ഐലൻഡിനെ ചുറ്റിക്കിടക്കുന്ന ആ കടലിലുണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരം. ഓക്കെ, കോളനീസിലേക്ക് കോളനൈസ് ചെയ്തത് എങ്ങനെയാണ്? കടലിലൂടെ വന്നിട്ടാണ് അല്ലേ? ഈ പറയുന്ന ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ കടൽ തന്നെയാണ് ഞങ്ങളുടെ ചരിത്രം. ഓക്കെ, മുകളിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തരികയാണ്. ഓക്കെ, അത് സീ എന്ത് ചെയ്യുന്നുണ്ട്? It contains the memories and the monuments and which are untold. ഓക്കെ, അതൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരും അത് തുറന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ: First there was a heaving oil, heavy as chaos. Then like a light at the end of a tunnel, the lantern of a caravel, and that was Genesis. Okay, first ഇനി അദ്ദേഹം നമ്മളോട് കരീബിയൻ ഹിസ്റ്ററി അല്ല പറയാൻ പോകുന്നത്. അതെന്ത് ചെയ്തിരിക്കുന്നു? ഓൾറെഡി കടലിൻ്റെ അടിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പറയുന്നത് ഒരു പുതിയ ജെനസിസിനെ കുറിച്ചാണ്. ബൈബിളിക്കൽ റെഫറൻസ് ആണ്. അപ്പോൾ ബൈബിളിൽ ജെനസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, പുതിയ തുടക്കം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഫസ്റ്റ് ദർ വാസ് ഹീവിങ് ഓയിൽ ഹെവി ആസ് കെയോസ്. എന്താ പറയുന്നത്? ഈ കരീബിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഹീവിങ് ഓയിൽ പോലെ ആയിരുന്നു. അതായത് അപരിഷ്കൃതരായ, ബാർബറേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺകൾച്ചേർഡായിട്ട് എന്ന് കരുതപ്പെടുന്ന ഈ കരീബിയൻ പീപ്പിൾ പല ഗോത്രങ്ങളായിട്ട് അവിടെ ജീവിക്കായിരുന്നു, ആ ഐലൻഡിൽ ജീവിക്കായിരുന്നു. ദേവർ ലൈക്ക് ഹീവിങ് ഓയിൽ. ഹീവിങ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടലിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കും അല്ലേ, പെട്രോളും ഡീസലൊക്കെ. അപ്പോൾ പെട്രോളായിട്ടും ഡീസലായിട്ടും അല്ല കിട്ടുക, ഇതൊക്കെ ചേർന്നിട്ട് ഒരു മിക്സ്ചറായിട്ടാണ് കിട്ടുക. ഓക്കെ, ഇതിൽ നിന്നും എന്ത് ചെയ്യാണ്, അവർ ഫിൽട്ടർ ചെയ്താണ് ഓരോ വസ്തുക്കളും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വാസലിൻ പോലെയുള്ള ജെല്ലി ആയിക്കോട്ടെ, പെട്രോളിയം ജെല്ലീസ് ആയിക്കോട്ടെ, പെട്രോളിയം പ്രൊഡക്ട്സുകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആ നാട് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് കെയോട്ടിക്. ആ നാട് കെയോസ് ആയിരുന്നു, ഫുൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുള്ളൊരു
എന്താണ് ഒരു കറക്റ്റ് ഓർഡറിലല്ലാത്ത പോലെയായിരുന്നു ആ നാടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ലൈക്ക് എ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് എ ടണൽ ദ ലാൻറ്റേൺ ഓഫ് എ കാരവൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാൻറ്റേൺ ഓഫ് കാരവൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ. എന്താണ് ഇവിടെ പറയുന്നത്? കോളനൈസേഴ്സ്, യൂറോപ്യൻ കോളനീസ് എങ്ങോട്ട് വരികയാണ്? ഈ കരീബിയൻ ഐലൻഡിലേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ ഷിപ്പിൽ എന്തുണ്ട്? ലാൻറ്റേൺസ് ഉണ്ട്. ഓക്കെ, അവരുടെ ഷിപ്പിൽ ലാൻറ്റേൺസ് ഉണ്ട്, വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്. ആ ലാൻറ്റേൺസോട് കൂടി എന്ത് ചെയ്യാണ്? ആ ഷിപ്പ് വരികയാണ്. ലാൻറ്റേൺ ഓഫ് എ കാരവൽ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഷിപ്പിനെയാണ്. ഓക്കെ, യൂറോപ്യൻസ് വന്ന ഷിപ്പിനെയാണ്. സോ ദാറ്റ് വാസ് ജെനസിസ്. സോ ദാറ്റ് വാസ് ദി ബിഗിനിങ് ഓഫ് എ യൂറോപ്യൻ കോളനീസ്. ഓക്കെ, അതാണ് ആ സ്റ്റാൻസ. ദാറ്റ് വാസ് ജെനസിസ്. ഓക്കെ, ന്യൂ ക്രിയേഷൻ എന്നാണ് ജെനസിസിൻ്റെ അർത്ഥം. ബൈബിളിക്കൽ റെഫറൻസ് ആണ്. ദെൻ ദർ വർ ദ പാക്ട് ക്രൈസ്, ദ ഷിറ്റ്, ദ മോർണിംഗ് എക്സോഡസ്. ഇതെവിടെ പറയുന്നത്? ഇവിടെ ദ വാസ് പാക്ട് ക്രൈസ്. പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കരച്ചിലുകൾ അവിടെ നിന്ന് എന്ത് വന്നു? ദ വാസ് എന്താണ്? ക്രൈസ്. പീപ്പിൾ വെർ ക്രൈയിങ്. ആൻഡ് ദ ഷിറ്റ്, ദ മോർണിംഗ് ഓഫ് എക്സോഡസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ യൂറോപ്യൻ കോളനൈസേഴ്സ് വന്ന് ഈ കരീബിയൻ ഐലൻഡിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നു? അവർ സ്ലേവ്സ് ആക്കിയിട്ട് അവരുടെ നാടുകളിലേക്ക് എന്ത് ചെയ്തിരുന്നു? ഒരു ഐലൻഡിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തിരുന്നു? ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇൻഹ്യൂമൺ ആയിരുന്നു. അതായത് മനുഷ്യരെ പെരുമാറുന്ന പോലെ ആയിരുന്നില്ല ഈ സ്ലേവുകൾ എന്ത് ചെയ്തിരുന്നത്? വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. അവരെ കെട്ടിയിട്ടും മടിച്ചും എന്താണ് അവരുടെ സ്വന്തം ആ ഒരു സ്ഥലത്ത് നിന്നും അവരെന്താണ് പറിച്ചെടുക്കുകയായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ദ പാക്ട് ക്രൈസ്. ആരും ഇഷ്ടപ്പെട്ടു പോകുന്നതല്ല. അപ്പോൾ അവരുടെ ക്രൈ, സഫറിങ്സ് ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വിലാപം, ഇതൊക്കെ ഉണ്ടായിരുന്നു. എക്സോഡസ്. ഓക്കെ, എക്സോഡസ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു റെഫറൻസാണ്. അതായത് ഇസ്രായേലിറ്റുകൾ എന്ത് ചെയ്തു? ഈജിപ്തിൽ നിന്നും ഡിപ്പാർച്ചർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഡിപ്പാർച്ചർ ഫ്രം ഈജിപ്റ്റ്. ഇസ്രായേലിലുള്ള ആൾക്കാർ ഈജിപ്റ്റ് വിട്ടു പോവാണ്. അപ്പോൾ എന്താണ്? അതുപോലെ ആ ബൈബിളിലെ സ്റ്റോറി പോലെ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ഈ കരീബിയൻ പീപ്പിൾസ് അവരുടെ നാട് വിട്ട് പോവുകയാണ്. ഓക്കെ, ഇതാണ് ആ സ്റ്റാൻസ. ബോൺ സോൾഡേർഡ് ബൈ കോറൽ ടു ബോൺ, മൊസൈക്സ് മാൻഡിൽഡ് ബൈ ദി ബെനഡിക്ഷൻ ഓഫ് ഷാർക്സ് ഷാഡോ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ദർ വാസ് ദി ആർക്ക് ഓഫ് ദി കോവനന്റ്. ഓക്കെ, the speaker describes the Caribbean cultural heritage, comparing the coral reefs to a soldering of bones and the shark shadow of benediction. എന്താ ഇവിടെ പറയുന്നത്? അതായത് ബോൺ സോൾഡേർഡ് ബൈ കോറൽ ടു ബോൺ. അതായത് ഈ യാത്രകളിലുമൊക്കെ ആയിട്ട് ഒരുപാട് മരണങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അവർ മരിക്കുകയും അവരുടെ എല്ലുകൾ എന്തായിട്ട് മാറി? കടലിൽ കോറൽസായി മാറുകയും ഒക്കെ ചെയ്തു. ഓക്കെ, മാൻഡിൽഡ് ബൈ ബെനഡിക്ഷൻ ഓഫ് ഷാർക്ക് ഷാഡോ. ഇവിടെ ഷാർക്ക് ഷാഡോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളനൈസേഴ്സിനെയാണ് കേട്ടോ. അപ്പോൾ അവരതിനെ എന്ത് ചെയ്തു? മാൻഡിൽഡ്, കവേർഡ് ആൻഡ് ബ്ലസ്ഡ് ദി ഷാർക്ക് ഷാഡോ. ഓക്കെ, അവരെന്ത് ചെയ്താണ്? കൊന്നു കളഞ്ഞതും ഒക്കെ. അവർ ഒരു സ്ലേവ് ട്രേഡ് നടത്തി ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ചാടിയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം. അവരൊക്കെ എന്തായി മാറിയിരിക്കുന്നു? ഇപ്പോൾ കോറൽസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് ദി ആർക്ക് ഓഫ് ദി കവനന്റ്. കവനൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ കരീബിയൻ കൾച്ചറൽ ഹെറിറ്റേജിനെ ബൈബിളിലെ ആർക്ക് ഓഫ് കവനൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അതായത് ഒരു സ്വർണ്ണ പെട്ടകമാണ്. ഓക്കെ, ആ പെട്ടകത്തിൻ്റെ അകത്താണ് ഈ 10 കൽപ്പനകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് എത്ര പ്രളയം വന്നാലും മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു പെട്ടകത്തിലാക്കി, സ്വർണ്ണ പെട്ടകത്തിലാക്കി കൊടുത്തുവിടാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ആർക്ക് ഓഫ് കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇവിടെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? അതായത് ഈ കൾച്ചറൽ ഹെറിറ്റേജ് അത് കടലിൻ്റെ അടിയിൽ കോറൽസായി മാറിയിരിക്കുകയാണ് എന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. Then came from the plucked wires of sunlight on the sea floor, plangent harps of the Babylonian bondage, as white as cowries clustered like manacles and round women, and those were the ivory bracelets of the Song of Solomon. But the ocean kept turning blank pages looking for history. Okay, then came the plucked wires of sunlight on the sea floor, the plangent harps of the Babylonian bondage. അതായത് ഇവിടെ കരീബിയൻ എക്സ്പീരിയൻസ് ഓഫ് കോളനൈസേഷൻ
അതുപോലെ സ്ലേവറിയെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ഈ സൂര്യപ്രകാശം എങ്ങനെയാണോ കടലിൻ്റെ മുകളിലേക്ക് പതിക്കുന്നത്, ഓക്കെ, അതുമായിട്ട് കമ്പയർ ആണ്. സീ ഫ്ലോർ ടു ദി പ്ലക്ഡ് വയേഴ്സ് ഓഫ് എ ഹാർപ്പ്. ഓക്കെ, ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ സഫറിങ് തന്നെയാണ് പറയുന്നത്, അണ്ടർ വാട്ടർ സീനാണ് പറയുന്നത്. ഓക്കെ, ആസ് ദ വൈറ്റ് കൗറീസ് ക്ലസ്റ്റേർഡ് ലൈക്ക് മാനക്കിൾസ് ഓൺ ദ ഡ്രൗൺഡ് വിമൻ. എന്താണ്? ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് ദി എൻസ്ലേവ്ഡ് വുമൻസ് എക്സ്പീരിയൻസ് കമ്പയറിങ് വിത്ത് വൈറ്റ് കൗറീസ് ടു മാനക്കിൾസ്. ഓക്കെ, കൗറീസ് എന്ന് പറയുന്നത് കവടി നിരത്താന്ന് പറയില്ലേ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കവടി പോലെ മാറിയിരിക്കുകയാണ് എന്ത്? ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയ സ്ത്രീകൾ, അതായത് കരീബിയൻ ഐലൻഡിലുണ്ടായിരുന്ന സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ തന്നെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? അതൊക്കെ മുങ്ങിപ്പോയി കവടികളായി, എന്താണ്, ചിപ്പിക്കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ, സോ സൺലൈറ്റ് എങ്ങനെയാണോ സീ ഫ്ലോറിൽ വന്ന് തട്ടുന്നത്, അതുപോലെ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ബാബിലോണിയൻ ബോണ്ടേജ്, സോങ് ഓഫ് സ്ലേവറി അവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ കൗറീസ് ഓഫ് ദി ഡ്രൗൺഡ് വുമൺ എന്ന് പറയുന്നത് അവിടെ ആ ബ്യൂട്ടി, ആഫ്രിക്കൻ കരീബിയൻ വുമൻസിൻ്റെ ബ്യൂട്ടി, കൗറീസ് വഴി ബ്യൂട്ടിയും ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ അവരുടെ സഫറിങ്സിനെയും ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ദോസ് വെർ ദി ഐവറി ബ്രേസ്ലെറ്റ്സ് ഓഫ് സോങ് ഓഫ് സോളമൻ. എന്താണ് ഇവിടെ? ഈ എൻസ്ലേവ്ഡ് വുമൻ്റെ എക്സ്പീരിയൻസിനെ സോങ് ഓഫ് സോളമനുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ബൈബിളിൽ സോളമൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു സോങ്ങുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ഈ സോളമൻ്റെ സോങ്ങിൽ എന്താണ്? ഇറ്റ്സ് അബൌട്ട് ബ്യൂട്ടി, റിച്ച്നെസ്, ഈവൻ ദോ ദർ ഇസ് സഫറിങ്. ഓക്കെ, സഫറിങ്ങും സൗന്ദര്യവും എല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യാണ് കവി നമ്മളോട് പറയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? എൻസ്ലേവ് ചെയ്ത വുമൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഹിസ്റ്ററി ഒക്കെ തന്നെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ ബട്ട് ദ ഓഷൻ കെപ്റ്റ് ടേണിങ് ബ്ലാങ്ക് പേജസ് ലുക്കിംഗ് ഫോർ ഹിസ്റ്ററി. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും ഓഷൻ എന്ത് ചെയ്യാണ്? ഇറ്റ്സ് സെർച്ചിങ് ഫോർ ദി ഹിസ്റ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാങ്ക് പേജസ് മറിക്കുകയാണെന്ന് വെച്ചാൽ ഈ കടലെങ്ങനെയാണ്? വരും പോവില്ലേ, തിരമാലകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. അതുപോലെ കരീബിയൻ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു? ആ കടൽ തഴുകി മറക്കുകയും അതേപോലെ പ്രിസേർവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കടലിലെ തിരമാലകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കടൽ എന്താണ്, ആ തിരമാലകളെ ബ്ലാങ്ക് പേജസ് മറിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ആ ഹിസ്റ്ററിയെ പ്രിസേർവും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ മെമ്മറീസിൽ നിന്ന് മാറ്റുന്നുമുണ്ട് എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. Then came the men with eyes heavy as anchors, who sang with toms, brigands, and who barbecued cattle, leaving their charred ribs like a palm leaves on the shore. Then the foaming rabid mow of the tidal waves swallowing Port Royal, and there was Jonah. But where is your renaissance? അടുത്തെന്താണ് പറയുന്നത്? ദെൻ കെയിം മെൻ വിത്ത് ഐസ് ഹെവി ആസ് ആങ്കേഴ്സ് ഹു സാങ് വിത്തൗട്ട് ടൂംസ്. എന്താ പറയുന്നത്? ഇവിടെ യൂറോപ്യൻ കോളനീസിനെയാണ്, അല്ലെങ്കിൽ അതിലെ ആൾക്കാരെയാണ് ദെൻ കെയിം മെൻ വിത്ത് ഐസ് ഹെവി ആസ് ആങ്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അവരുടെ കണ്ണുകൾ എന്തായിരുന്നു? ആങ്കേഴ്സ് പോലെ ആയിരുന്നു. ഓക്കെ, അവർ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ഹു സാങ് വിത്തൗട്ട് ടോംസ്. ടോം എന്ന് പറഞ്ഞാൽ എന്താണ്? ശവകുടീരങ്ങൾ. ശവകുടീരം പോലും ഇല്ലാതെ ആളുകളെ അവരെന്ത് ചെയ്തു? ഭീകരമായി കൊന്നടുക്കി. ഓക്കെ, അതായത് കൊന്നു കുഴിച്ചു മൂടി ഒരു ഗ്രേവ് യാർഡ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ അവരെന്ത് ചെയ്തു? കൊന്നു, ഇല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, brigands who barbecued cattle, leaving their charred ribs like a palm leaves on the shore. ഇവരാണ് ഇതൊക്കെ അവരുടെ ബ്രൂട്ടാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർ എങ്ങനെയാണ് ജനങ്ങളെ, ഈ കരീബിയൻസിനെ കൊന്നിരുന്നത്, ഇല്ലെങ്കിൽ അവരെ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ബാർബിക്യൂഡ് കാറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? വളർത്തുമൃഗം. ഓക്കെ, അതിനെങ്ങനെയാണോ കൊന്ന് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നത്, അതുപോലെ എന്ത് ചെയ്തിരുന്നു? ആളുകളെ അവർ കൊല്ലുകയും അവരെ എന്ത് ചെയ്തിരുന്നു? വളരെയധികം ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ബ്രൂട്ടാലിറ്റിയാണ് എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്? ബാർബിക്യൂയിങ് ഓഫ് എ കാറ്റിലുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, then forming rabid mow of tidal wave swallowing Port Royal. ഇവിടെ പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് പോർട്ട് റോയൽ കമ്പയറിങ് ദ ടൈഡൽ വേവ് ഓഫ് ഫോമിങ് റാബിഡ് മോ. അതായത് ഈ തിരമാലകളിലുള്ള പതയുമായിട്ട് എന്തിനെ കമ്പയർ ചെയ്യാണ്? ആ ഒരു ഡിസ്ട്രക്ഷൻ, പോർട്ട് റോയൽ എന്ന് പറയുന്ന ഭാഗത്തെ
എന്താണ് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതിനെ. ഓക്കെ, പോർട്ട് റോയൽ എന്ന് പറയുന്നത് ബൈബിളിക്കൽ സ്റ്റോറിയിലുള്ള ഒരു സംഭവമാണ്, ജോനയുടെ സ്റ്റോറി. അപ്പോൾ അതിനെ എങ്ങനെയാണോ ഇല്ലാണ്ടാക്കുന്നത് അതുപോലെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, അവിടെ ഡിസ്ട്രക്ഷൻ ചെയ്തിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ജോന. എന്താണ്, the speaker likes the destruction of Port Royal to the biblical story implying catastrophic event. ഇവിടെ പോർട്ട് റോയൽ തകർക്കുക എന്ന് പറയുന്ന ബൈബിൾ സ്റ്റോറിയിലാണെങ്കിൽ ഇവിടെ അതെന്തിനെ ഉദ്ദേശിക്കുന്നു, ആ ഒരു ഡിസ്ട്രക്ഷൻ. ഓക്കെ, കൊളോണിയൽസ് എങ്ങനെയാണോ ഡിസ്ട്രക്റ്റ് ചെയ്തത് അതിനെയാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് വീണ്ടും ചോദിക്കുകയാണ്, നേരത്തെ എന്താണ് വൈ ഓഷൻസ് കെപ്റ്റ് ടേണിങ് ദ ബ്ലാങ്ക് പേജസ് എന്ന് ചോദിച്ചാൽ ഇവിടെ ചോദിക്കുകയാണ് ബട്ട് വേർ ഇസ് യുവർ റിനൈസൻസ്. പക്ഷെ നിങ്ങളുടെ നവോത്ഥാനം എവിടെ? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നവോത്ഥാനം എന്താണ്, ലോകത്തെല്ലായിടത്തും ഒരു കൾച്ചറൽ, ഒരു ലിറ്റററി ഒക്കെ ഒരു മാറ്റം വന്ന ഒരു റീബേർത്ത് ഉണ്ടായ സംഭവമാണ് റിനൈസൻസ്. പക്ഷേ കരീബിയൻസിൻ്റെ റിനൈസൻസ് എവിടെയാണ്? ഒരു ക്വസ്റ്റ്യൻ പോലെ അദ്ദേഹം ചോദിക്കുകയാണ്. ഓക്കെ, സോ വേർ ഈസ് യുവർ കൾച്ചറൽ റീബേർത്ത്? എല്ലായിടത്തും കൾച്ചറൽ റീബേർത്ത് ഉണ്ടായി, നിങ്ങൾക്ക് എന്തുണ്ടായി? ഓക്കെ, ഡിഡ് യു ഹാഡ് എനി കൾച്ചറൽ ഫ്ലറിഷ്മെൻറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബിക്കോസ് ദേ ഓൺലി ഹാഡ് ഡിസ്ട്രക്ഷൻ, ലോസ്. ഓക്കെ, അവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നമ്മൾ കണ്ടല്ലേ, കോളനീസ് വന്നിട്ട് എന്ത് ചെയ്തു, നമുക്കറിയാം എലിസബത്തൻ പീരീഡിലൊക്കെയാണ് ഈ കോളനീസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കോളനീസൊക്കെ വന്നു, ജോഗ്രഫിക്കൽ എന്താണ് ഇത് മാറ്റങ്ങളൊക്കെ ഉണ്ടായി, ഡിസ്കവറീസ് ഉണ്ടായി. ആ സമയത്ത് കരീബിയൻസിലേക്ക് ആൾ വന്നു. പക്ഷെ അവിടെ എന്തുണ്ടായില്ല, ഈ അവരുടെ നമ്മൾ യൂറോപ്യൻസിൻ്റെ നല്ല കാര്യങ്ങളെന്ന് പറയുന്ന നവോത്ഥാനം പോലെയുള്ള കാര്യങ്ങൾ, റിനൈസൻസ് ഒന്നും എവിടെ റിഫ്ലക്റ്റ് ചെയ്തില്ല, കരീബിയൻസിൽ റിഫ്ലക്റ്റ് ചെയ്തില്ല. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റാൻസ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകാം. So it is locked in the sea sands, out there past the reef's moiling shelf, where the men of war floated down. Strap on these googles, I will guide you there myself. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റാൻസ എന്ന് പറയുന്നത്. So it is locked in them, sea sands out there past the reef's of moiling shelf. ഇവിടെ പറയുന്നത് കരീബിയൻസിൻ്റെ എന്താണ് പാസ്റ്റ് സ്റ്റാൻസേൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെ പറയാണ് കരീബിയൻസിൻ്റെ റിനൈസൻസ് എവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സർ, ഇറ്റ് ഈസ് ലോക്ക്ഡ് ഇൻ ദം സീ സാൻഡ്സ് ഔട്ട് ദർ വാസ് പാസ്റ്റ് റീവ്സ് മോയിലിംഗ് ഷെൽഫ്. എവിടെയുള്ളത്? അത് എവിടെ വെച്ചിട്ടുണ്ട്? സീ സാൻഡിൻ്റെ അടിയിൽ, കോറൽ റീഫിൻ്റെ അടിയിൽ. ഓക്കെ, കോറൽ റീഫ്സിൽ, കോറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവിഴപ്പുറ്റുകൾ, അതിലും സീ സാൻഡുകളിലും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കരീബിയൻസിൻ്റെ ഹിസ്റ്ററി എന്ന് അദ്ദേഹം പറയാണ്. Where the men of war floated down, strap on these goggles, I will guide you there myself. അടുത്ത് പറയുന്നത്, ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുക, ഈ കരീബിയൻ റിനൈസൻസിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം, നിങ്ങളതൊന്ന് ഡൈവ് ചെയ്ത് പോയി എനിക്കത് കൊണ്ടുതരുമോ? ഓക്കെ, സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അത് ഈ ഹിസ്റ്ററീസൊക്കെ തന്നെ കടലിൻ്റെ അടിയിലുണ്ട്. സോ ഐ വിൽ ഗൈഡ് യു, ആരെ, ടു ദ ലിസണർ. ഓക്കെ, നമ്മളോട് പറയാണ് ഐ വിൽ ഗൈഡ് യു, ഇതെവിടെയാണ് ഉള്ളത്. അപ്പോൾ ഈ സീ സർഫേസിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാം, നിങ്ങളെ കാണിക്കാം. ഐ വിൽ ഗൈഡ് യു എന്ന് അദ്ദേഹം പറയാണ്. ഐ വിൽ ഗൈഡ് യു ദേ മൈ സെൽഫ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ കരീബിയൻ ഹിസ്റ്ററി. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ സട്ടിൽ ആൻഡ് സബ്മറൈൻ ത്രൂ colonnades of coral past the Gothic windows of sun fans to where the crusty grouper, onyx-eyed, blinks, weighted by its jewels like a bald queen. Okay, it is all subtle and submarine through colonnades of coral past the Gothic windows of sea fans. എന്താ പറയുന്നത്, ഇവിടെ കരീബിയൻ കൾച്ചറൽ ഹെറിറ്റേജിനെ വളരെ സട്ടിലായിട്ടും സബ്മറൈനുമായിട്ട് അദ്ദേഹം പറയാണ്. ഓക്കെ, അതുപോലെ അതിനെന്തുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്, കൊളനേഡ്സ് ഓഫ് കോറൽ, ഈ പറയുന്ന പവിഴപ്പുറ്റുകളുമായിട്ട് അദ്ദേഹം ഈ കരീബിയൻ കൾച്ചറൽ ഹെറിറ്റേജിനെ കമ്പയർ ചെയ്യണം. അപ്പോൾ കടലിൻ്റെ അടിയിൽ എന്തുണ്ട്, മനോഹരമായ ഒരു മറൈൻ ലൈഫുണ്ട്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യാണ്, ഈ കരീബിയൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, പാസ് ദ ഗോത്തിക് വിൻഡോസ് ഓഫ് സീ ഫാൻസ് to where the crusty grouper on its side blinks weighted by its jewels like a bald queen. എന്താണ് കരീബിയൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത്, ഒരുപാട് ജുവൽസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യണം. ഓക്കെ, കമ്പയറിങ് ഗ്രൂപ്പ് ഓഫ് ബാൾഡ് ക്വീൻ. ഓക്കെ, അപ്പോൾ ബാൾഡ് ക്വീൻ ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എന്തിനെ കമ്പയർ ചെയ്യുന്നു, ഒരുപാട് ജ്വല്ലറീസൊക്കെ ഇട്ട് കിടക്കുന്ന
ഒരു എന്താണ് ക്യൂവിനെ പോലെ എന്തിനെ കാണാണ്, ഈ ഒരു ഹിസ്റ്ററി അദ്ദേഹം കൾച്ചറിനെ, കരീബിയൻ കൾച്ചറിനെ കാണാണ്. ഓക്കെ, സോ ദ അണ്ടർ വാട്ടർ സീൻസ് ആർ മെജസ്റ്റിക്. ഓക്കെ, ഇവിടെ ബാൾഡ് ക്യൂൻ എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്ത് ഹാഫ് ബാൾഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അവിടെ അങ്ങനൊരു സംഭവം കൂടി അദ്ദേഹം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, and those groined caves with barnacles pitted like stone are our cathedrals, and the furnace before the hurricanes, Gomorrah, bones ground by windmills into marl and corn meal. ഓക്കെ, ഇവിടെ പറയുന്നത് ബാർണക്കിൾസ് മീൻസ് കടലിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ജീവിയാണ്. ഓക്കെ, സോ ആൻഡ് ദോസ് ഗ്രോയിൻഡ് കേവ്സ് വിത്ത് ബാർണക്കിൾസ് പിറ്റഡ് ലൈക്ക് സ്റ്റോൺ ഓർ കത്തീഡ്രൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നാച്ചുറൽ ഓഷൻ ഇറോഡ് കേവ്സിനെ ഓക്കെ കത്തീഡ്രൽസുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അതായത് കടലിൽ എന്ത് ചെയ്യും, കടൽ വെള്ളം അടിച്ചടിച്ച് കല്ലുകളൊക്കെ ഗുഹകളൊക്കെ ആയിട്ട് മാറും. ഓക്കെ, അതിനെ കത്തീഡ്രൽസ് ആയിട്ട് അദ്ദേഹം പറയാണ്. ഓക്കെ, സോ ഇറ്റ് മീൻസ് അതിലെന്ത് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവാം, കടലിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ജീവികളും അതിൻ്റെ കൂടെ ഉണ്ടാവും. സോ ഇറ്റ് സിംബലൈസസ് ദി സേക്രഡ്നെസ് ഓഫ് കരീബിയൻ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അവരുടെ കൾച്ചറൽ ഹെറിറ്റേജിനെയും അവരുടെ എന്താണ് ഒരു പ്യൂരിറ്റിയൊക്കെയാണ് ഈ ഒരു ലൈൻ വഴി, സേക്രഡ്നെസ് ഒക്കെയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഫർണസ് ബിഫോർ ദി ഹറിക്കെയിൻസ് ഗൊമോറ ബോൺസ് ഗ്രൗണ്ട് ബൈ വിൻമിൽസ് ഇൻ ടു മാൾ ആൻഡ് കോൺ മീൽ എന്ന് പറയുന്നത്, ഇവിടെ ഗൊമോറ എന്ന് പറയുന്നത് ഫയർ ആൻഡ് ഒരു ബൈബിളിക്കൽ സിറ്റിയാണ്. ഓക്കെ, ഗൊമോറ എന്ന് പറയുന്ന ഒരു ബൈബിളിൽ പറയുന്ന ഒരു സിറ്റിയാണ്. ഓക്കെ, അത് ഇല്ലാണ്ടാവുന്നത് ഫയറും ബ്രിംസ്റ്റോണും കൊണ്ടാണ്, തീ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സംഭവം ഇല്ലാണ്ടായി പോകുന്നത്, ആ സിറ്റി ഇല്ലാണ്ടായി പോകുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇൻറ്റൻസ് ഹീറ്റ്, കരീബിയൻ എന്ന് പറയുന്നത് എന്താണ്, ഐലൻഡ് എന്താണ്, എപ്പോഴും ഈ പറയുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു പ്രദേശമാണ് അല്ലേ. ഇപ്പോൾ ലക്ഷദ്വീപ് പോലെയുള്ള പ്രദേശമാണെങ്കിൽ കാറ്റടിച്ചാലും മഴ വന്നാലും ഒക്കെ അവരെ വളരെയധികം ബാധിക്കും. അതുപോലെ ഇവിടെ ഇൻറ്റൻസ് ഹീറ്റ്, അതുപോലെ നല്ല ചൂടും അതുപോലെ തന്നെ ഹറിക്കെയിൻസ് ഒക്കെ തന്നെ എന്തിലേക്ക് നയിക്കാം, ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കാം. അതുപോലെ ഇവിടെ കരീബിയൻസിനെ അങ്ങനെ പറയാണ്. ഓക്കെ, സോ ദീസ് കേവ്സ് ഇൻ കരീബിയൻ ഐലൻഡ്സ് വെർ പാർട്ട് ഓഫ് ദെയർ കൾച്ചർ ഓർ ദെയർ ഹിസ്റ്ററി. നൗ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. സോ എന്താണ്, ട്രാൻസ്ഫോർമേറ്റീവാണ്. ഓക്കെ, ഡിസ്ട്രക്ഷനും ഉണ്ടാവുന്നുണ്ട്, ക്രിയേഷനും ഉണ്ടാവുന്നുണ്ട്. അടുത്തത് ലാമെൻറ്റേഷൻസിനെ കുറിച്ച് പറയാണ്. ആൻഡ് ദാറ്റ് വാസ് ലാമെൻറ്റേഷൻസ്, ദാറ്റ് വാസ് ജസ്റ്റ് ലാമെൻറ്റേഷൻസ്, ഇറ്റ് വാസ് നോട്ട് ഹിസ്റ്ററി. എന്താ പറയുന്നത്, ഇവിടെ ലാമെൻറ്റേഷൻസ് എന്ന് പറയുന്നത് ബൈബിളിൽ 10 കൽപ്പനകളുണ്ടാവും അല്ലേ, വിച്ച് മോൺസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ആൻഡ് പാരലൽ ബിറ്റ്വീൻ സഫറിങ് ഓഫ് എൻസ്ലേവ്ഡ് പീപ്പിൾ ആൻഡ് ദി ബൈബിളിക്കൽ നറേറ്റീവ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ലാമെൻറ്റേഷൻസ് ആണ്. ദാറ്റ് വാസ് ജസ്റ്റ് ലാമെൻറ്റേഷൻസ്, ഇറ്റ് വാസ് നോട്ട് ഹിസ്റ്ററി. എന്തല്ല, ഇത് ചരിത്രമല്ല, ബുക്ക് ഓഫ് ലാമെൻറ്റേഷനുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് എ ബൈബിൾ സ്റ്റോറി. Next, then came like a scum on the river's drying lip, and the brown reeds of villagers mantling and congealing into towns. എന്താ പറയുന്നത്, and then come like scum on the river's drying lip. ഇവിടെ കരീബിയൻ ഐലൻഡുകളിൽ എങ്ങനെയാണ് ഓരോ വില്ലേജസും ടൗണും ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, സോ ഹൗ ദ വില്ലേജസ് ആൻഡ് ടൗൺസ് ആർ ഫോംഡ് എമേർജ്ഡ് ഇൻ ദി കരീബിയൻ ഐലൻഡ്സ് ആൻഡ് ഹൗ ഇറ്റ് ഓവർലുക്ക്ഡ് ബിഗിനിങ്സ്. ഓക്കെ, അതൊക്കെ എന്താണ്, ഒരു പുതിയ ഗ്രോത്താണ് അല്ലേ. ഒരു റിവർ ബെഡിൽ എങ്ങനെയാണോ ചേറ് കെട്ടിക്കിടന്ന് അവിടെ ചെടികളൊക്കെ ഉണ്ടാകുന്ന, അതുപോലെ ഒരു പുഴയുടെ, ഉണങ്ങിയ പുഴയുടെ തീരത്ത് എങ്ങനെയാണോ ചേറിൽ ജീവികളൊക്കെ വളരുന്നത്, അതുപോലെ ഇവിടെ ടൗണുകളിൽ എന്ത് ചെയ്യാണ്, ആളുകൾ കരീബിയൻസ് ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എന്ന് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് and at evening the midges choirs, and above them the spires lancing the side of God as his sun set, and that was the New Testament. എന്താണ്, the midge choirs and spires എന്താ പറയുന്നത്, the speaker describes the natural beauty of Caribbean. ഓക്കെ, ആ കരീബിയൻ ഐലൻഡിൻ്റെ ഭംഗിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ ഇറ്റ് സിംബലൈസസ് ദി മ്യൂസിക് ഓഫ് നേച്ചർ. ആ പ്രകൃതിയിലെ സംഗീതത്തെ, മിഡ്ജ് സ്ക്വയർ എന്നുകൊണ്ട് ആ സംഗീതമാണ്, പ്രകൃതിയുടെ സംഗീതമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്പയേഴ്സ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കണക്ഷൻ ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത് ആണ്. ഓക്കെ,
അപ്പോൾ ആ നാടിൻ്റെ ഭംഗിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ന്യൂ ടെസ്റ്റമെൻറ്റ് ആൻഡ് ദാറ്റ് വാസ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബൈബിളിൽ ക്രിസ്ത്യൻസിൽ എങ്ങനെയാണ് ന്യൂ ടെസ്റ്റമെൻറ്റ്, അതുപോലെ ഇവിടെ എമർജൻസ് ഓഫ് വില്ലേജസും ടൗൺസും എന്തെയാണ് കരീബിയനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, ആ ഐലൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു, ബൈബിൾ സ്റ്റോറീസുമായിട്ട് അല്ലെങ്കിൽ ബൈബിൾ നറേറ്റീവായിട്ട് കണക്ട് ചെയ്യാണ്. Then came the white sisters clapping to the waves progressed, there was emancipation. Okay, so ഇവിടെ സെലിബ്രേഷൻ ഓഫ് ഫ്രീഡം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ the speaker described the arrival of European missionaries. ഓക്കെ, ഇവിടെ വൈറ്റ് സിസ്റ്റേഴ്സ് ക്ലാപ്പിംഗ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന അദ്ദേഹം മിഷണറീസിൻ്റെ വരവിനെയാണ്. ഓക്കെ, അതുപോലെ അവർ വരുന്നു, അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ബ്രോട്ട് ഇമാൻസിപ്പേഷൻ ടു എൻസ്ലേവ്ഡ് പീപ്പിൾ ലീഡിങ് ടു ജുബിലിയേഷൻ. അപ്പോൾ എന്തുണ്ടായി, അവർക്ക് ആ ഒരു ഇമാൻസിപ്പേഷൻ ഉണ്ടാവുകയും അതുവഴി അവർക്ക് എന്താണ് സന്തോഷം, ഒരു ലിബറേഷൻ, ഒപ്രസ്ഡ് പീപ്പിളിൽ നിന്നും ഒരു ലിബറേഷൻ ഉണ്ടായി, ഒരു ഹാർമണി ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്, പ്രോഗ്രസ് ഒക്കെ ഉണ്ടായി എന്ന്. ഓക്കെ, ബൈ ത്രൂ ദിസ് Christianity or spreading of Christianity. So it means the celebration of freedom. Okay, next is jubilation or jubilation vanishing swiftly as seas lays dries in the sun. എന്താ പറയുന്നത്, ജുബിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂറോപ്യൻ മിഷണറീസ് വന്നോടുകൂടി, വൈറ്റ് സിസ്റ്റേഴ്സ് വന്നോടുകൂടി അവിടെ എൻസ്ലേവ്ഡ് പീപ്പിളിന് സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി, അവർക്ക് ജോയ്ഫുൾ മൊമെൻറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ബട്ട് there was not history, there was only faith, and then each rock broke into its own nation. എന്താണ്, പക്ഷേ ഇതൊക്കെ എന്താണ്, it's not part of history. ഇതൊന്നും എന്തല്ല, കരീബിയൻസിൻ്റെ യഥാർത്ഥ ജീവിതമല്ല. ഓക്കെ, അവരിലേക്ക് എന്തുണ്ടാക്കി ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ ദേ ഹാഡ് എ ഹോപ്പ്, അല്ലേ, അവർക്കൊരു ഹോപ്പ് ഉണ്ടായി, അവർക്ക് ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായി. പക്ഷെ അതൊന്നും എന്തല്ല, അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമല്ല. കരീബിയൻസിൻ്റെ അവരുടേതായ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അവരുടേതായ കൾച്ചറുണ്ട്, അവരുടേതായ ട്രഡീഷൻ ഉണ്ട്. പക്ഷേ നൗ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഹിസ്റ്ററി, ബട്ട് ദേ ഹാവ് ദെയർ ഓൺ national identities or distinct identities, but they believe, they have a hope to such things. Okay, next is, and then the synod of lies, then came the secretarial heron, then came the bullfrog bellowing for a vote. എന്താ ഇവിടെ പറയുന്നത്, the speaker the broke into its own nation എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ റോക്ക് ബ്രേക്ക് ചെയ്യുന്ന പോലെ കരീബിയൻ പീപ്പിൾസിൻ്റെ ഫ്രാഗ്മെൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് അദ്ദേഹം ഒരു സറ്റാരിക്കൽ തമാശ രൂപേണ പറയാണ്, പൊളിറ്റിക്സ് ഓഫ് ദി നേഷൻസ്. ഓക്കെ, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി. ഓക്കെ, ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തി, ബ്രിട്ടീഷേഴ്സിൽ നിന്നും ഇല്ലെങ്കിൽ യൂറോപ്യൻ കോളനീസിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ കരീബിയൻസിനെ കുറിച്ച് പറയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ന്യൂലി ഫോംഡ് നേഷൻസ് ആണ്, അല്ലേ, പുതിയതായി ഫോം ചെയ്ത നേഷൻസ് ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, സൈൻഡ് ഓഫ് ഫ്ലൈസ്. ഓക്കെ, എന്താണ്, പ്രാണികൾ പറക്കുന്ന പോലെ പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്യാണ്, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ അതിൻ്റേതായ കെയോസും കൺഫ്യൂഷൻസും ഉണ്ട്. ഓക്കെ, ഫ്ലൈസ് വിത്ത് ബ്രൈറ്റ് ഐഡിയാസ് ആൻഡ് ബാറ്റ്സ് ലൈക്ക് ജെറ്റിംഗ് അംബാസഡേഴ്സ് ആൻഡ് മാൻറ്റസ് ലൈക്ക് എ കാക്കി പോലീസ്. അതായത് ഫയർ ഫ്ലൈസിനെ ബ്രൈറ്റ് ഐഡിയാസ് ആയിട്ട് ഇവിടെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ സറ്റാരിക്കൽ എക്സ്പ്ലനേഷൻ, ബട്ട് ഹിയർ എന്താണ്, ബ്രൈറ്റ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫയർ ഫ്ലൈസിൻ്റെ ബ്രൈറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് ഇവിടെ ഇൻസ്പിറേഷൻ സ്പാർക്കാണ്. അറ്റ് ദ സെയിം ടൈം ജെറ്റിംഗ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ആൻഡ് പേർപ്പസ്ഫുൾ ഫ്ലൈറ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു സ്പീഡ്, ഓക്കെ, മാറ്റങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു വേഗത. അതുപോലെ കാക്കി പോലീസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിജിലൻ്റ് ആൻഡ് കമാൻഡിങ് പവർ. ഓക്കെ, നമുക്കറിയാം ഈ കരീബിയൻ ഐലൻഡ്സുകളൊക്കെ തന്നെ ഭരണം കൃത്യമായിട്ട് ഉള്ള സ്ഥലങ്ങളൊന്നുമല്ല, അല്ലേ, അവിടെ പൊളിറ്റിക്സിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു കൺഫ്യൂഷനും കെയോസുമാണ് ഈ ഫയർ ഫ്ലൈസും ബാറ്റും മാൻഡസൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. Okay, and the fourth caterpillars of judges examining with each case closely and then in the dark years of ferns. എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ
കാറ്റർപില്ലറിനെ ജഡ്ജായിട്ട് കരുതാണ്. ഓക്കെ, കാറ്റർപില്ലേഴ്സ് എങ്ങനെയാണ്? സിംബലൈസിങ് ദർ സ്ലോ ആൻഡ് മെറ്റിക്കുലസ് അപ്രോച്ച് ടു ജസ്റ്റിസ്. ഓക്കെ, എന്താണ് വളരെ ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്ന അത്ര സ്പീഡിലുള്ള കാര്യമാണോ? അല്ല. അപ്പോൾ അതിനെയാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ ജെൻറ്റിലായിട്ട് സോഫ്റ്റായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഡാർക്ക് ഇയേഴ്സ് ഓഫ് ഫേൺസ് ആൻഡ് ഇൻ ദ സോൾട്ട് chuckle of rocks with their sea pools, there was the sound like a rumor without any echo of history really beginning. Okay, ലാസ്റ്റായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ചരിത്രം ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ കരീബിയൻ ഹിസ്റ്ററി ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോലി ആൻഡ് ക്വയറ്റ്ലി, വളരെ പതുക്കെ ലൈക്ക് എ റൂമർ വിത്തൗട്ട് ആൻ എക്കോ. എന്താണ്, ഒരു രഹസ്യങ്ങൾ നമ്മൾ പറയുന്നത് എത്രയാണ് എക്കോ അടിക്കാതെ പറയുന്ന പോലെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യാണ്, ആ ഒരു ഹിസ്റ്ററി ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോയം. ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ്. ഇതിൽ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ഹിസ്റ്ററി, മെമ്മറി, ഐഡൻറ്റിറ്റി. ഓക്കെ, ഇതിൽ കരീബിയൻ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, സ്ലേവ് ട്രേഡും പിന്നെ എന്താണ് യൂറോപ്യൻസിൻ്റെ അറൈവലും, ഹൗ ദേ കിൽഡ് പീപ്പിൾ, ഹൗ വുമൺ വെയർ ട്രീറ്റഡ് എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മെമ്മറീസ്, ഓക്കെ, മെമ്മറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐഡൻറ്റിറ്റി, ഓക്കെ, ജനങ്ങളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ എങ്ങനെയാണ് ആ നാടിനെ ബാധിക്കുന്നത് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്, ബൈബിളിക്കൽ റെഫറൻസസും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. അതിൽ ആർക്ക് ഓഫ് കവനൻ്റ് ഉണ്ട്, അതുപോലെ ബാബിലോണിയൻ ബോണ്ടേജ് ഉണ്ട്, എക്സോഡസ്, ജെനസിസ്, ഇതുപോലെ പാക്ട്, ക്രൈസ്റ്റ്, മോർണിംഗ്, ഇതൊക്കെ തന്നെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും, ബൈബിളിക്കൽ റെഫറൻസസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പീരീഡ് ഓഫ് ഇമാൻസിപ്പേഷൻ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സ്ലേവ് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ പോയത്തിൽ കരീബിയൻ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരാണ്. ഓക്കെ, ക്രിസ്ത്യാനിറ്റീൻ്റെ സ്പ്രെഡ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഹിസ് പാസ്റ്റ് മെമ്മറീസ് were also discussed in the poem, and also how people become hybrid അല്ലേ, അവരെങ്ങനെയാണ് മറ്റൊരു കൾച്ചർ അസിമിലേറ്റ് ചെയ്ത് സ്വന്തം കൾച്ചർ അവർക്ക് നഷ്ടപ്പെട്ടത് കരീബിയൻസിന് എന്നും നമുക്ക് ഈ പോയത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.